ഇന്ന് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ പ്രശസ്ത വൃക്കരോഗ വിദഗ്ധൻ ഡോക്ടർ ജോർജ് പി എബ്രഹാമിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. അസുഖങ്ങൾ അലട്ടിയിരുന്നു, ജോലിയിൽ ശ്രദ്ധ ചെലുത്താൻ കഴിയുന്നില്ല എന്നൊക്കെ തന്നെ കുറിപ്പിലുണ്ട്. മാത്രമല്ല നേരത്തെ പോലെ സർജറി ചെയ്യാൻ കഴിയുന്നില്ല, പ്രായാധിക്യം, ഇതൊക്കെ തന്നെ അദ്ദേഹത്തെ വല്ലാതെ നിരാശപ്പെടുത്തിയിരുന്നു എന്നാണ് ആത്മഹത്യാക്കുറിപ്പ് പറയുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി നെടുമ്പാശ്ശേരിയിൽ നിന്നും ചേരുന്നു. അശ്വിൻ, പറയൂ, യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ കാര്യമായ രോഗബാധിതനാണ് എന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിരുന്നില്ല. ഞാനൊക്കെ അദ്ദേഹത്തോട് വളരെ കൂടുതൽ സമയം സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഇത്രയധികം സർജറി ചെയ്ത ഒരു ഡോക്ടർ, അദ്ദേഹത്തിന് ചെയ്യാവുന്ന അവതാര ലക്ഷ്യമൊക്കെ അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തെ നിരാശ പിടികൂടിയിരുന്ന് അറിയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. തീർച്ചയായും എസ്കേൻ, അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ നമുക്ക് മനസ്സിലാകുന്നത് ഒരു 6 മാസം മുമ്പ് നട്ടലിന് ഒരു ശസ്ത്രക്രിയ നടത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഇരു കൈകളിലും വിറയലുണ്ടായിരുന്നു. ഈ വിറയൽ തന്റെ ജോലിയിൽ ശ്രദ്ധ ചെലുത്താനാകാത്ത വിധം തന്നെ അലട്ടിയിരുന്നു എന്നുള്ളതാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ഒപ്പം 77 വയസ്സായി. പ്രായം വർദ്ധിക്കുന്നതനുസരിച്ചും ഈ ജോലിയിൽ ശ്രദ്ധ ചെലുത്തുന്നതിന്റെ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് നേരിട്ടിരുന്നു എന്നുള്ളൊരു വിഷമമാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പങ്കുവെക്കുന്നത്. ഒപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രശസ്തരായ പല ആളുകളുടെയും ഈ ശസ്ത്രക്രിയ അദ്ദേഹം നടത്തിയിരുന്നു. സിനിമാ രംഗത്തെ പലരുടെയും ഒരു പ്രധാനപ്പെട്ട ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അദ്ദേഹം പൂർത്തിയാക്കിയതാണ്. അതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുന്നത്. എന്തായാലും ബന്ധുക്കളോടോ മറ്റ് സഹപ്രവർത്തകരോടോ ഒന്നും തന്നെ ഇത്തരത്തിലൊരു പ്രശ്നം അദ്ദേഹം സൂചിപ്പിച്ചിരുന്നില്ല, പങ്കുവച്ചിരുന്നില്ല എന്നുള്ളതാണ് അവരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ഒപ്പം അദ്ദേഹം ഇന്നലെ രാത്രി 8 മണിയോടുകൂടി പ്ലാസ്റ്റിക് കയറുമായി ഈ വീടിന്റെ ടെറസിന്, ഈ ഫാം ഹൗസിന്റെ ടെറസിലേക്ക് പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ കൂടി അല്പസമയം മുമ്പ് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ദുരൂഹതകൾ ഈ ആത്മഹത്യക്ക് പിന്നിലില്ല എന്നുള്ളതാണ് പോലീസും പറയുന്നത്. എന്തായാലും അദ്ദേഹത്തെ പോലെ ഒരു ഡോക്ടർക്ക് തന്റെ സ്വന്തം ആരോഗ്യാവസ്ഥയെ സംബന്ധിച്ച് ആശങ്കകൾ ഉണ്ടാകുക, പിന്നീട് അത് പറഞ്ഞ് ജീവനെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ ആശങ്കയാണ്. അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ആളുകൾക്ക് വിഷമവും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റാരോടൊന്നും പങ്കുവച്ചിരുന്നില്ല എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്നത്. എന്തായാലും ആത്മഹത്യാക്കുറിപ്പിൽ ഈ 4 വരികളാണുള്ളത്. അത് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്, ബന്ധുക്കളോട് ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുമുണ്ട്. മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. നാളെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. 4 വരികൾ മാത്രമുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു.